വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു മത്തി കൊണ്ടൊരു മപ്പാസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹായ്, എങ്ങനെയുണ്ട് ക്രിസ്മസൊക്കെ? എല്ലാവരും അടിച്ചു പൊളിച്ചോ? എപ്പോഴും ഇൻട്രോ പറയുന്നത് ഞാൻ ഇന്നൊരു വ്യത്യസ്തമായിക്കോട്ടെന്നുണ്ട്. ഷംലാക്കോട് ഞാൻ പറയിപ്പിച്ചത് എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റൊക്കെ അറിയിക്കണം. എന്നാ ഷംല? അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. തുടങ്ങിയേക്കാം. ഓക്കെ. അപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ അല്ലേ? ക്രിസ്മസിന് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യകളും കാര്യങ്ങളും അല്ലേ? ഇറച്ചി മീനും ഒക്കെ ധാരാളം എല്ലാവരും കഴിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിന്ന് ഇച്ചിരി മത്തി കിട്ടിയപ്പോഴത്തേക്കും ഒരു പക്ഷേ നാളെ മറ്റന്നാൾ ഇച്ചിരി മപ്പാസം എല്ലാം ചെയ്യണമെങ്കിലും വലിയ വിലയൊന്നും കൊടുത്ത് മീനൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല നാളെ മത്തി കിട്ടിയിട്ടുണ്ട്. ഒരു 10 മത്തി കൊണ്ട് നല്ല അടിപൊളി ഒരു മപ്പാസ് ഉണ്ടാക്കിയേക്കാം. എന്താ വിഷമല്ല? സമയങ്ങളായി ചെയ്യാം. ഈ മത്തി മപ്പാസ് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാൻ പറ്റാത്ത ഐറ്റമൊന്നും അല്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് ആ മപ്പാസ് ചെയ്യുന്നത്. ഈ 10 മത്തി ഇതേപോലെ നമ്മളൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഒരുമാതിരി മുഴുത്ത ഒരു മത്തിയാണ്. അപ്പോൾ ഈ മത്തിക്ക് ആവശ്യമുള്ള കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചേർക്കാം. ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ഒന്ന് കുറച്ച് വെച്ച് സാധാരണ നമ്മൾ മീൻ പറക്കത്തില്ല, ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കുന്നത്. മീനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആ മസാല ഒന്ന് തേച്ച് പിടിക്കും. അപ്പം മത്തിയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിത് മീൻ വറക്കുന്നില്ല, ഇത് വറക്കാതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മത്തിക്കകത്ത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ അല്ലേ? കാര്യം അതിൻ്റെ ഉപ്പൊക്കെ ഇത് പിടിക്കട്ടെ. ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് മപ്പാസ് റെഡിയാക്കിയാലോ? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മപ്പാസ് റെഡിയാക്കാം. ഈ മസാല തേച്ച് വെക്കാതെ ചെയ്യാവുന്നതാണ് കേട്ടോ. കാര്യം 2-3 ഓപ്ഷനുണ്ട്, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കാണ് ഈ മപ്പാസുകളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിലോ അതുപോലെ ചട്ടിക്കകത്തോ കടായിക്കകത്തോ ഏതിൻ്റെ അകത്ത് വേണമെങ്കിലും അത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ചട്ടിക്കകത്താണ്, മൺചട്ടിക്കകത്താണ് റെഡിയാക്കുന്നത്. ഇനി അടുപ്പൊന്ന് കത്തിച്ചോട്ടെ. ഇപ്പം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. മതി. അതൊന്ന് ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കടുക് ഇടുന്നില്ല, ഉലുവ മാത്രമേ ഇടുന്നുള്ളൂ. ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതേപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതേപോലെ വെളുത്തുള്ളി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് തീ അധികം വേണ്ട, ചെറിയ തീ മതി. അതൊന്ന് ഇളക്കി കൊടുക്കും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു 2 സവോള ആവശ്യമുണ്ട്. ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രേവി റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ആ സവോള അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇതിപ്പോൾ വലിയ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 3-4 ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇളക്കി കൊടുക്കും. ഞാൻ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വരുന്ന സവോളയൊക്കെ തീരെ ഉള്ളിയുടെ അത്ര ഉള്ളു, ചെറിയ സവോളയാണ്, വലുതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വലുതാണെങ്കിൽ 2 എടുക്കണം, ചെറുതാണെങ്കിൽ ഒരു 3-4 ഒക്കെ എടുക്കണം. കാര്യം അത്യാവശ്യം ഗ്രേവിയൊക്കെ വേണം. ഈ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറണം, ഏകദേശം ചെറിയൊരു ചുമര കളർ വരണം. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് നമ്മുടെ എരിവിൻ്റെ പാകത്തിൽ ഒരു 3-4 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇന്ന് ചങ്ങനാശ്ശേരിയിലെ ചങ്ങനക്കുള, അതായത് 25-26 ക്രിസ്മസിൻ്റെ അന്നും അത് കഴിഞ്ഞ് 2 ദിവസത്തെ പരിപാടിയാണ് ചങ്ങനാശ്ശേരി ചന്ദനക്കുളം. പലർക്കും അറിയാമല്ലോ ചങ്ങനാശ്ശേരി ചന്ദനക്കുളം. പോകാൻ റെഡിയായിട്ടിരിക്കുക, ഇതെല്ലാം റെഡിയാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇന്നലെ ഞങ്ങൾ പോയായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടേക്ക് പോരുന്നു. അപ്പം ഇന്ന് വളരെ പ്രമുഖരായ പല വ്യക്തികളുടെ ഗാനമേളയും അതേപോലെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഗാനമേളയെക്കാട്ടിലും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്ന ഒരു വേളയാണ്. കാര്യം പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരും, നമുക്ക് പരിചയപ്പെടാനും അതുപോലെ നമ്മുടെ ബന്ധത്തിലുള്ള ആൾക്കാരും ഒക്കെ അവിടെ വരും. അപ്പോൾ എല്ലാവരുമായിട്ട് ഒരു പരിചയം പുതുക്കാനും ബന്ധങ്ങൾ പുതുക്കാനും ഒക്കെ ഒരു അവസരമുണ്ട്. ഒരുപാട് പേരെ കാണുകയും ചെയ്യാം, പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാം. അല്ലേ ഷംല? പലരെ കേട്ടോ ഇന്നലെ ഞങ്ങൾ സന്തോഷം അല്ലേ? കാര്യം അതൊരു നല്ലൊരു അനുഭവം തന്നെയാണ്. കാര്യം എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ നിങ്ങൾ വില്ലേജ് സ്പേസത്തിലെ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൈ തരുകയും അവരുമായിട്ട് സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്യും.
അതൊക്കെ ഒരു നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് തീർച്ചയായിട്ടും ഒരു സന്തോഷമാണ്. അപ്പം സവോളയുടെ നേരമൊക്കെ ഒന്ന് മാറി വരണം. നമുക്ക് ഈ മപ്പാസിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഗ്രേവിക്ക്. അപ്പം അത് കൂട്ടി വേണം ഇടാനായിട്ട്. ഇതേപോലെ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇളക്കി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നാടൻ കറിയല്ലേ, അപ്പോൾ കരിയാപ്പില ഇല്ലാത്ത കറിയുണ്ട് അല്ലേ? അപ്പോൾ സവോളയൊക്കെ നമ്മുടെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ സവോളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഒരുപാട് ചുമക്കണ്ട, ഒരു മീഡിയം രീതിയിൽ ഇപ്പോൾ ആ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അത്യാവശ്യമുള്ള കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ തീ തന്നെ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ എരിവിന് പാകത്തിന് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണം, അത്യാവശ്യം എരിവൊക്കെ വേണം. ഇനി അത് ഇതിങ്ങനെ നിലക്കിക്കുന്നു. ഈ പൊടികളുടെ ആ പച്ചച്ചൊവയൊന്ന് മാറണം. അതിങ്ങനെ ഈ ഇടയ്ക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചച്ചോ മാറിയ ശേഷം എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇവിടെ ഇങ്ങനെ കണ്ട. നല്ല പറഞ്ഞ ഇളക്കി ആ പൊടികളുടെ പച്ചച്ചോ മാറിയ ശേഷം ഒരു 2 കഷ്ണം പുളി നമ്മളത് മുറിച്ച് ഇത്തിരി വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയായിരുന്നു. ആ പുളിയും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു വിടാം. ആ അപ്പോൾ നമ്മൾ കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത്. പുളിയും വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം തേങ്ങാപ്പാൽ. അപ്പോൾ ഇതേപോലെ 1 കപ്പ് 2-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു. തേങ്ങാപ്പാലിനകത്താണ് നമുക്ക് ആ മീൻ റെഡിയാക്കേണ്ടത്. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം മീൻ അനുസരിച്ചുള്ള തേങ്ങാപ്പാൽ വേണം. ഞാൻ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പുരട്ടി വെച്ചേക്കുന്ന ആ മത്തി അങ്ങോട്ട് പരക്കി അങ്ങോട്ട് ഇടാം. ആ മത്തി അങ്ങോട്ട് പരക്കില്ല. മൊത്തം അങ്ങോട്ട് പരക്കിട്ട് അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ആ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കുക. കാര്യം ഒരുപാട് വേണ്ട, ഒരു മീഡിയം രീതി. കാരണം ഈ മീനൊന്ന് വേഗണ്ടേ. ഒരു 4-5 മിനിറ്റ് അല്ലേ? ഒരു 4-5 മിനിറ്റ് മീഡിയം തീരൊന്നിരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു ചെറിയ തീ തന്നെയാണ് ഇരുന്നത്, വലിയ തീ കൂട്ടി വെക്കണ്ട. കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ തീ തന്നെ വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി തുറന്ന് നോക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ അച്ചിരി എടുത്ത് നോക്കിയിട്ടുണ്ട്. ഉപ്പ്, പുളിയ്, എരിവ്, ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ കിട്ടണം. നല്ല അടിപൊളി കറി കേട്ടോ. എല്ലാം പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ നമുക്ക് ഇടാം. കിട്ടും. അതിനല്ല എന്തായാലും പോരാളിയുണ്ടോ ചേർക്കാമല്ലോ. ഉലുവ ഇട്ടുകൊണ്ടാണ് ഞാൻ ഉലുവാപ്പൊടി ചേർക്കാഞ്ഞ് തൽപ്പം അങ്ങോട്ട് ഇട്ടത്. നമ്മളെല്ലാം മീൻ കറിക്ക് ഉലുവാപ്പൊടി ഇടുമല്ലോ, അതിൻ്റേതായിട്ട് ഒരു ടേസ്റ്റ് കിട്ടും. അല്ല, ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർക്കണം. ഇങ്ങനെ ഒന്ന് കറക്കി ഇങ്ങോട്ട് എടുക്കുക. ഇതേപോലെ മീൻ പൊടിഞ്ഞു പോകാതെ. ഇപ്പോൾ തവിയ സ്പൂണൊക്കെ ഇടുമ്പോഴത്തേക്കും മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെതുക്കെ എടുക്കാവുള്ളൂ. പൊടിയാത്ത രീതി വേണം മീൻ എടുക്കാനായിട്ട്. മൊത്തം നമ്മൾ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 2-ാം പാലും 1-ാം പാലും ഒക്കെ ആയിട്ട്. ഇനി ഇത് നല്ല കട്ടിക്കുള്ള 1-ാം പാലാണ്. ആ 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് 1-ാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ തിളക്കല്ലേ. കാര്യം 1-ാം പാൽ ചട്ടിക്ക് ഒന്നുമ്പോൾ നല്ല ചൂടല്ലേ. ആ ചൂടത്ത് തന്നെ ഇരുന്നാൽ മതി. ഇത് നമ്മൾ താത്തു വെക്കുകയാണ്. നമ്മൾ മപ്പാസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേക്കാനുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല രുചിയുണ്ട്. തീർച്ചയായിട്ടും കണ്ടില്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം മത്തിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ അപ്പത്തിനോ അല്ലേ, അതേപോലുള്ള ചപ്പാത്തി ഒക്കെ കഴിക്കാവുന്നതാണ്.
ഇപ്പം മത്തി കൊണ്ട് പല രീതിയിലുള്ള കറികളും നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതേപോലെ തേങ്ങാപ്പാലിനകത്ത് മത്തി മപ്പാസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക. ഇത് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യം അല്ലേ ഷംല? ആ നിങ്ങൾ ചെയ്തു. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മളോട് അഭിപ്രായം പറയാം. അതെ അതെ അതാണ് കറക്റ്റ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഉള്ളൂ. എന്താ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.